ഹായ് ഫ്രണ്ട്സ്, ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ ശ്രദ്ധിക്കുക. നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായി rrbapply.gov.in നമ്മൾ അപ്ലൈ ചെയ്ത അതേ വെബ്സൈറ്റിൽ കയറുക. ഏറ്റവും മുകളിൽ കാണുന്ന അപ്ലൈ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടും കാണാം. അതിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് വിധത്തിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് ലോഗിൻ വിത്ത് ആധാർ, അതല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട്. ഈ രണ്ട് വിധത്തിലാണ് ലോഗിൻ ചെയ്യാൻ കഴിയുന്നത്. ലോഗിൻ വിത്ത് ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക, ജനറേറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന OTP ഇവിടെ അടിച്ചു കൊടുത്ത് ഐ എം നോട്ട് എ റോബോട്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായി നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം പാസ്വേഡും അടിച്ചു കൊടുക്കുക. ഐ എം നോട്ട് എ റോബോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ്റെ ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇമെയിലിലേക്ക് OTP അയക്കാം, അതല്ലെങ്കിൽ ഫോണിലേക്ക് OTP അയക്കാം. ഞാനിവിടെ സെൻഡ് OTP ടു ഇമെയിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ മെയിലിലേക്ക് വരുന്ന OTP അതിവിടെ അടിച്ചു കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് പേജ്, രണ്ടാമത് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല, കാരണം അപ്ലൈ ചെയ്യേണ്ട സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയാണ്, മൂന്നാമത്തെ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ അപേക്ഷിച്ച എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് വേണ്ടത് റിക്രൂട്ട്മെൻറ്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മെട്രിക്സ്. അതാണ് ഗ്രൂപ്പ് ഡിയുടെ. അതിൻ്റെ ഇവിടെ മോഡിഫൈ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ഒരു മോഡിഫൈ ബട്ടണും കാണാം. ആ മോഡിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ വരും. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പേര്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ് ആൻഡ് മൊബൈൽ നമ്പർ. ഇതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കൊടുത്ത കാര്യങ്ങൾ അതൊന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു 250 രൂപയും അടയ്ക്കേണ്ടതുണ്ട്. ആ 250 രൂപ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. മറ്റേ എക്സാം ഫീസായിട്ട് അടച്ചാൽ 500 രൂപ, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 400 രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും. ഇതൊക്കെ ആണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ എഗ്രി അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഈ കാണുന്നതിൽ ഫസ്റ്റ് കാണുന്ന ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, മറ്റ് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും. ഇവിടെ പലർക്കും ചേഞ്ച് ചെയ്യാനുണ്ടാവുക എക്സാം ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും. അത് ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ. അവിടെ മലയാളമാണെങ്കിൽ മലയാളം കൊടുക്കുക, ഇനി ഇംഗ്ലീഷാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക. അതല്ലെങ്കിൽ ഇത്രയും ഭാഷകളുണ്ട്, ഇതിലേത് ഭാഷ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പിന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി ആരെങ്കിലും അങ്ങനെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തതിന് ശേഷം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ജനറൽ കാറ്റഗറിയിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. നമ്മളിപ്പോൾ OBC ആണ്, എന്നാൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ജനറൽ കാറ്റഗറിയായി മാറും. OBCക്കാണെങ്കിൽ അത്യാവശ്യം കട്ട് ഓഫ് മാർക്കിൽ കുറവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രസൻറ്റും പെർമനൻ്റായ അഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ അതർ ഡീറ്റെയിൽസ് ആണ്. ഇതിലേതെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് നമുക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 400 രൂപ തിരിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പർ കൊടുക്കാണ്ട് അത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ആഡ് ചെയ്യാനോ കൊടുത്തതിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തിരുത്താവുന്നതാണ്. ഈ ഒരു പോസ്റ്റിന് 10ാം ക്ലാസ് മാത്രം മതി. എന്നാൽ ITA പോസ്റ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ITA കൂടി ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഫോട്ടോയും ഒപ്പും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അടുത്ത പേജ് പ്രിഫറൻസ് ആണ്. അതായത് നമ്മളുടെ ഗ്രൂപ്പ് ഡിയിൽ വരുന്ന പോസ്റ്റുകളെല്ലാം ഓരോ ഓർഡറിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുത്തതിൽ ഇവിടെ ഇൻറ്റു മാർക്ക് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവായി പോകുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഓർഡർ മാറ്റണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കും മുകളിലേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറും മാറ്റാവുന്നതാണ്. അതിനുശേഷം അവിടെ ടിക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. കൊടുത്ത് ടിക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് എൻ്റർ ദ പ്രൈസും കൊടുത്തിട്ട് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും, ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒരുമിച്ച് ചെയ്യുക. ഒരു തവണ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി 250 രൂപയാണ്. ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെയും എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നി അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ വീണ്ടും ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒറ്റ വട്ടം തന്നെ മൊത്തമായി നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുക.
ഇത്രയുമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.